വകുപ്പുകൾ വെച്ചാണ് മതവിദ്വേഷ പരാമർശ കേസിൽ PC ജോർജിനെ ജയിലിലേക്ക് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇപ്പോൾ PC ജോർജ് ഇറക്കിയിരിക്കുകയാണ്. വൈദ്യ പരിശോധനയ്ക്കായി പാലാ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇപ്പോൾ ഇവിടെ നിന്നും ഇറക്കി. എന്തായാലും ഇപ്പോൾ PC ജോർജിന് കനത്ത തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. PC ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട്. PC ജോർജിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റേഷനിൽ നിന്നും വൈദ്യ പരിശോധനയ്ക്കായി പാലയിലെ ആശുപത്രിയിലേക്കാണ് PC ജോർജിനെ കൊണ്ടുപോകുന്നത്. നേരത്തെ മുതൽ തന്നെ പ്രതിഭാഗം ഉന്നയിച്ചിരുന്ന പ്രധാന വാദങ്ങളിലൊന്ന് പ്രതിയുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. അതിനാൽ തന്നെ വളരെ വിശദമായ ഒരു വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ വേണ്ടിയാണ് ഈ പാലയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. നേരത്തെ ഈരാറ്റുപേട്ടയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു അടിയന്തരമായ ഒരു പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഈ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പാലയിലെ ആശുപത്രിയിലേക്ക് PC ജോർജിനെ കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോൾ അവിടെ വിശദമായ ഒരു വൈദ്യ പരിശോധന അടക്കമുള്ള നടപടികൾ പൂർത്തിയാകും. എന്തായാലും 14 ദിവസം ഇനി PC ജോർജ് പാലാ സബ് ജയിലിലാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കടുത്ത തിരിച്ചടി തന്നെയാണ് PC ജോർജിന് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ റിമാൻഡ് ചെയ്യാനുള്ള ഔദ്യോഗിക ഉത്തരവും പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ BJP നേതാക്കൾ അടക്കമുള്ളവർ ഇപ്പോൾ PC ജോർജിനെ കൊണ്ടുപോയിരിക്കുന്ന ആശുപത്രിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അവരെല്ലാം തന്നെ PC ജോർജിനെ അനുഗമിക്കുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് PC ജോർജ് നടത്തിയിരിക്കുന്ന പരാമർശത്തിൽ BJP പിന്തുണയ്ക്കുന്നില്ലെങ്കിലും PC ജോർജ് എന്ന വ്യക്തിയെ BJP പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ BJP പ്രവർത്തകരെത്തി. ഇനിയിപ്പോൾ ആശുപത്രിയിലേക്കും പോവുകയാണ്. അതിനാടകീയമായ രംഗങ്ങളാണ് രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിഭാഗം ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങളെല്ലാം തന്നെ കോടതി തള്ളിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ആരോഗ്യ പ്രശ്നങ്ങളാണ്. പിന്നീട് ചൂണ്ടിക്കാട്ടിയത് കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങളൊന്നും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആവശ്യമില്ല എന്നായിരുന്നു. എന്നാൽ ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ PC ജോർജിനെ 4 മണിക്കൂർ കസ്റ്റഡിക്കും അതിനുശേഷം ഇപ്പോൾ റിമാൻഡ് ചെയ്യാനും ഉത്തരവ് വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. PC ജോർജിനെ 14 ദിവസം പാലാ സബ് ജയിലിലാണ്. ഈ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ സ്റ്റേഷനിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പരിശോധന